ഫർസൂസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാൽ പോള അല്ലെങ്കിൽ നെയ്യട, പിന്നെ പാൽ പത്തിരി എന്നും ഇതിന് പേരുണ്ട്, അതാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുറച്ച് ചേരുവകൾ മതി ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം കുറച്ച് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഒരു ചെറിയ തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടാവും. ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ പശുവും പാലിലും ഇത് ചെയ്യാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദൻ്റെ അളവ് എന്ന് പറയുന്നത് 1.5 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറേശ്ശെ ഇട്ട് മിക്സാക്കി നോക്കുക. എന്നിട്ട് കട്ടി പാകമായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയും കൂടെ ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ആദ്യം തന്നെ ഒന്നിച്ചിടണ്ട. ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ടിയിലാവരുത്. അപ്പോൾ കുറേശ്ശെ മൈദ ഇട്ടിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതി. ആദ്യം തന്നെ ഒന്നിച്ചിടരുതേ. ഇതിൻ്റെ ബാറ്റർ അത്ര കട്ടിയില്ലാതെ ലൂസായിട്ടുള്ള ഒരു തരത്തിലാണ് ഉണ്ടാവുക. ഇനി ഇതിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കട്ടി കൂടിയാലും കുറഞ്ഞാലും ഒന്നും വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ടി കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. ഇനിയിപ്പോൾ കട്ടി കുറവായിരിക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ മൈദ കൂടെ ഇട്ടിട്ട് മിക്സാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഇതുപോലെ ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള എഗ്ഗാണ് വേണ്ടത്. ഈ എഗ്ഗിലേക്ക് പഞ്ചസാരയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എഗ്ഗിൻ്റെ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷുഗറിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടി യോജിപ്പിച്ച് നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കൂടുതലോ കുറവൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മുറിച്ച് കഴിക്കുമ്പോഴുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയിൽ അടിച്ചെടുക്കരുതേ. ഒന്നെങ്കിൽ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള എഗ്ഗിൻ്റെ മിക്സ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ, മൈദ തേങ്ങാപ്പാൽ മിക്സ്, അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് മിക്സാക്കി അവിടെ വെച്ചാൽ മതി. പിന്നെ ഈ എഗ്ഗിൻ്റെ ഈ ഒരു മിക്സും ഉണ്ടാക്കിയെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിനായിട്ട് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് തടവി വെച്ചിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത്. പ്ലേറ്റോ അതുപോലെ എന്ത് പാത്രം എടുത്താലും മതി. ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്താൽ മതി. അതിൽ നെയ്യ് തടവി കൊടുക്കാൻ മറക്കരുതേ. നെയ്യ് അത്യാവശ്യം നന്നായിട്ട് തന്നെ തടവി കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മൾ കമഴ്ത്തി എടുക്കുമ്പോൾ അത് കിട്ടുള്ളൂ. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ തേങ്ങാപ്പാൽ മിക്സിൽ നിന്ന് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കട്ടിയിൽ വേണ്ട. ഇത് നമുക്ക് 4-5 ലെയറായിട്ട് ചെയ്യാനുള്ളതാണ്. ആദ്യം ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക. ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്ത് ഒന്ന് അടച്ചു വെക്കുക. ഇതൊന്ന് ഈ ആവിയിലൊന്ന് വെന്ത് വന്നോട്ടെ. ഇതിൻ്റെ മുകളിലേക്ക് കാഷ്യൂ റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കുക.
ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ എഗ്ഗിൻ്റെ മിക്സിൽ നിന്നും 1-2 ടീസ്പൂണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇതാണ് ഈ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പോകുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്ത് ഇട്ടിട്ടുണ്ടാവും. മുട്ടയൊക്കെ അല്ലേ പെട്ടെന്ന്, മുട്ടയും മൈദയൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ശേഷം ഈ മുട്ടയുടെ മിക്സിൻ്റെ മുകളിലേക്ക് നെയ്യ് തടവി കൊടുക്കുക. വീണ്ടും മൈദയുടെ മിക്സ് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. ഓരോ തവി മാവ് ഒഴിക്കുമ്പോഴും ഇത് മൂടി വെക്കണം. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് സമയം വേണ്ടി വരും ഇത് ഉണ്ടാക്കാനെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇത് മുട്ടയും പിന്നെ അതുപോലെ മൈദയൊക്കെ അല്ലേ, അതൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്ക് ഒരു സംശയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എഗ്ഗ് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് എഗ്ഗിൻ്റെ ഒരു ബാഡ് സ്മെല്ല് വരില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിൽ എഗ്ഗ് ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല. ഇതിങ്ങനെ 4-5 ലെയർ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ഉണ്ടാക്കി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗി കിട്ടുക. ശേഷം ഈ മുട്ടയുടെ മിക്സിൻ്റെ മുകളിലേക്ക് നെയ്യ് തടവി കൊടുക്കുക. ഈ മിക്സ് ലാസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം 7 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ജസ്റ്റ് ഒരു കത്തി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ മതി. മൈദ ഒന്നും ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന എന്നൊക്കെ പറയുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണിത്. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് എടുത്താൽ മതിയേ, അല്ലെങ്കിൽ ലെയർ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഈ പാത്രത്തിൻ്റെ സൈഡ് ഒന്ന് വിടിയിച്ചിട്ട് കമിഴ്ത്തി എടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ചൂടാറിയതിന് ശേഷം എടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടലൊന്നും ഇല്ലാതെ സുഖമായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്